താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. വിവാഹത്തിൻ്റെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ് സ്നേഹവും ജീവനും. സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഉറ്റ കൂട്ടായ്മ എന്നാണ് വിവാഹത്തെ നിർവചിക്കുക. നമ്മൾ ഈ എപ്പിസോഡിൽ ജന്മം നൽകലും വളർത്തലും, വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നത്. ഈ ചർച്ചയുമായി നമ്മൾ ഈ എപ്പിസോഡിലേക്ക് വരുന്നു. ഏവരെയും സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഈ എപ്പിസോഡ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ജന്മം നൽകലും വളർത്തലും എന്ന ഈ പാപ്പ പറയുന്ന ഈ പുസ്തകത്തിലെ ഒരു വിഷയമാണ്. നമുക്കറിയാം, സഭ വിവാഹത്തെ നിർവചിക്കുന്നത് വിവാഹം സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഒരു കൂട്ടായ്മയായിട്ടാണ്. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത് വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു പ്രവണത. പാപ്പ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇന്നത്തെ കുടുംബങ്ങൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിലുള്ള താല്പര്യക്കുറവ്. കുടുംബജീവിതത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ജന്മം നൽകൽ എന്നിരിക്കെ ഇതിനോടുള്ളൊരു വിമുഖത ഇന്നത്തെ കുടുംബങ്ങളിൽ വളരാനുള്ളൊരു സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും കുഞ്ഞുങ്ങളെ കുറയ്ക്കാനുള്ള കാരണം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പുറത്താണ് പലരും ചൂണ്ടിക്കാണിക്കാറ്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഓരോ മനുഷ്യനും തോന്നുന്നതെന്ന രീതിയിലാണ് വിശകലനം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിലും അതിനേക്കാൾ ഗൗരവമായൊരു കാര്യം മനുഷ്യാസ്തിത്വത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ലേഖനത്തിൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നാർസിസിസം എന്ന വാക്ക് ഉരുത്തിരിയുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ്. നാർസിസ് എന്ന് പറയുന്ന ഒരു ദേവനുണ്ടായിരുന്നത്രേ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആരും അദ്ദേഹത്തെ സ്നേഹിക്കാനില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പം അദ്ദേഹത്തിന് ആര് സ്നേഹം നൽകിയാലും ആ സ്നേഹത്തെ ആൾ സ്വീകരിക്കില്ലേ. അങ്ങനെ അവസാനം സ്നേഹം കിട്ടാൻ വേണ്ടി മറ്റാരുടെയും സ്നേഹം സ്വീകരിക്കാതെ അദ്ദേഹം ഒരു നദിയുടെ ഒരു അരുവിയുടെ കരയ്ക്ക് പോയിരുന്ന് സ്വന്തം ശരീരത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് അവനവനിൽ തന്നെ കേന്ദ്രീകരിച്ച് ഭംഗി കണ്ട് 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 അവിടെ ഇരുന്നും മരിച്ചു. അങ്ങനെയുള്ള ഒരാളെ പാശ്ചാത്യ മനഃശാസ്ത്രം പേരിട്ടിട്ടുള്ളതാണ് നാർസിസ്റ്റ്, സ്വദേഹപ്രേമി. യഥാർത്ഥത്തിൽ മനുഷ്യന് സ്വന്തം തോടിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി അപരനിലേക്ക് കടക്കാനുള്ള ആ കഴിവാണ് മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കണേ. അപ്പം മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ അടച്ചുപൂട്ടി സ്വയം കേന്ദ്രീകൃതനായി സ്വന്തം സുഖം മാത്രം നോക്കിയിരിക്കുക. ഇത് വളർന്ന് മനുഷ്യബന്ധങ്ങളിലേക്ക് കടന്നാലുള്ള അവസ്ഥ എന്താണെന്നറിയൂ? ഞാൻ വിവാഹിതനാകുന്നത് എന്തിനാണ്? എൻ്റെ ഭാര്യയുടെ സന്തോഷമോ കുഞ്ഞുങ്ങളോ സമൂഹമോ മാതാപിതാക്കളോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എന്ത് വേണം? സുഖം വേണം. അതിനെതിരെ വരുന്ന എല്ലാം എനിക്ക് തടസ്സമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും ആദ്യ നാളുകളിൽ ഈ പങ്കുവയ്ക്കാൻ പോലും ഉള്ള വിമുഖതയുള്ള ദമ്പതികളെ നമ്മൾ കാണുന്നുണ്ട്. അത് അവരിലേക്ക് ഒതുങ്ങാണ്. അതെ. അപ്പോൾ ആ ഒതുക്കം എന്ത് പറ്റി? സുഖത്തെ മാത്രം സ്വീകരിക്കും, അതുമൂലമുണ്ടാകുന്ന ഉത്തരവാദിത്തത്തെ ഒഴിവാക്കും. വിവാഹശേഷം ഞാൻ കണ്ടെത്തിയത് രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശു പറയുന്നുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും.
അപ്പോൾ പരിശുദ്ധ പിതാവ് ഇതിൽ പറയുന്നത് മരണം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാത്ത ഒരുവനെ ഒരു നിമിഷം പോലും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പം എൻ്റെ മേൽ വന്നു വീണ ഒരു ഉത്തരവാദിത്തം എന്താണ്? എൻ്റെ ഭാര്യയുടെ മേലുള്ള ഒരു ഉത്തരവാദിത്തം, ഞാൻ മരണം വരെ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇതൊരു ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്തം ലൈംഗികതയുടെ സ്വാഭാവിക അനന്തരഫലമായിട്ടാണ് കുഞ്ഞ് വരുന്നത്. അല്ലാതെ ഇത് ലൈംഗികത നടത്തിയത് കൊണ്ട് സമൂഹം ഒരു കുഞ്ഞിനെ എൻ്റെ മേലെ വെച്ച് തരുന്നതല്ല. അപ്പോൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം, ഇത് രണ്ടും ഒഴിവാക്കുന്ന അതെന്താണ്? നാർസിസം. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ജീവിത പങ്കാളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഈ ലൈംഗികത കുടുംബജീവിതത്തിന് മാത്രമുള്ളതാണ്. അതിനൊരു പ്ലഷർ ആസ്പെക്റ്റ് ഉണ്ട് മാത്രം. അത് മാത്രം മതി. വലിയ വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ തേടി പോകുന്നവരും അതൊക്കെ ന്യായീകരിക്കുന്ന മനോഭാവത്തോടെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഉള്ളിലുള്ള സ്വദേഹപ്രേമത്തിന്റെ ഒരു പ്രകാശനാണ്. അതായത് ഈ സ്നേഹവും ജീവനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കാണണം. സ്നേഹത്തിന്റെ പുഷ്പിക്കലാണ് ജീവൻ എന്ന് ചിന്തിക്കാതെ ഇത് മാത്രം മതി, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് വേണ്ട എന്ന് ചിന്തിക്കുക. എഴുതിയിട്ടുള്ള ദേവൂസ് കരിത്താസത്തില് അതിൽ പാപ്പ പറയുന്നുണ്ടല്ലോ, ഈ റോസ് ഫീലിയോസ് അഗാപ്പെ, തീയ സ്നേഹം ആരോഹണം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് അവരോഹണം ചെയ്യപ്പെടും. അപ്പൊ നമുക്കൊരു വളർച്ചാക്രമമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സാറ് തന്നെ മുമ്പ് നമ്മുടെ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ശാരീരിക ആകർഷണമുണ്ട്, തീർച്ചയായിട്ടും ആകർഷണമുണ്ട്. പക്ഷെ ഈ ആകർഷണത്തിൽ മാത്രം നിൽക്കേണ്ട ഒരു തലമല്ല നമുക്കുള്ളത്. സെക്സിന്ന് മാറി സുഹൃത്തുക്കളായിട്ടും സുഹൃത്തുക്കളിൽ നിന്ന് മാറി സഹോദരി സഹോദരന്മാരായിട്ടും മാറുന്ന ഒരു വളർച്ചയുണ്ട്. അപ്പോൾ ഈ വളർച്ചയിലേക്ക് വളരണമെങ്കിൽ സ്വദേഹപ്രേമികൾക്ക് കഴിയില്ല, അവർ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകും. അപ്പം ജീവിതത്തെ സമഗ്രമായി കാണാതെ ജഡികമായി കണ്ടാൽ ജീവിതം തകർന്നു പോകുക. പുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ദൈവമേ, ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് ഞാൻ ഇവളെ പ്രാപിക്കുന്നത്. ഇവളോടൊത്ത് വാർദ്ധക്യത്തിൽ എത്തേണ്ടതിന് എന്നെ അനുഗ്രഹിക്കണമേ എന്നുകൂടെ ആ പ്രാർത്ഥന തോബിയാസ് ചൊല്ലാൻ കൊടുക്കുന്ന പ്രാർത്ഥനയാണത്. മരണം വരെയുള്ള കമ്മിറ്റ്മെന്റ്. അതെ, ഇതിൽ നിന്നാണ് ഇന്ന് ലോകം പുറംതിരിഞ്ഞു നിൽക്കുന്നത്. പാശ്ചാത്യ രീതികളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് ഈ കമ്മിറ്റ്മെന്റ് എടുക്കാൻ താല്പര്യമില്ല, ഉത്തരവാദിത്വം എടുക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു അനന്തരഫലമാണെന്ന് ഉള്ളൊരു കാര്യം പോളാറാമൻ മാർപ്പാപ്പ എഴുതിയ മനുഷ്യജീവൻ എന്ന ചാക്രികയിൽ പാപ്പ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നത് ക്രൈസ്തവ ദമ്പതികളുടെ അടിയന്തരവും പ്രഥമവുമായ ചുമതല എന്നാണ് പാപ്പ അവിടെ പറയുന്നത്. പക്ഷേ ഇതിലെ മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നറിയോ? ഇന്നത്തെ ദമ്പതികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്, വിവാഹം കഴിഞ്ഞ് കുഞ്ഞ് ഗർഭത്തിൽ വരുമ്പോൾ അവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, അയ്യോ ഞങ്ങളുടെ സുഖമെല്ലാം തടയുന്ന ഒന്നാണല്ലോ ഈ കുഞ്ഞ്. ഇതൊരു മനഃശാസ്ത്ര പ്രശ്നമാണിത്. ഇപ്പോഴ് ഒരു ക്ലിപ്പിംഗ് കാണാം. ആ ക്ലിപ്പിങ്ങിൽ കുഞ്ഞുണ്ടായതിനെ ഓർത്ത് വേവലാതിപ്പെടുന്ന ഒരു ഭർത്താവിനെയാണ് നമ്മൾ ആ ക്ലിപ്പിങ്ങിൽ കാണുക. നമുക്കതൊന്ന് പെട്ടെന്ന് അത് കാണാം. എന്തു പറ്റി? പറയാം, ആ ഡോർ അടയ്ക്ക്. അന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, കുറെ കൊല്ലത്തേക്ക് നമുക്കിടെ നമ്മൾ മാത്രം മതി, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വേണ്ടാന്ന്. പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ലേ ചായ? ഞാൻ പ്രഗ്നന്റാ. ശരിക്കും? അല്ല, നമ്മളിപ്പോ ഏതായാലും അടുത്ത ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോവാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഇതിവിടെ ആരോടും പറയണ്ട. അയ്യോ, എന്റെ ക്ഷീണവും തളർച്ചയൊക്കെ കണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിച്ചത് അമ്മയും ശ്വേതയും കൂടാ. എന്നിട്ട് അവരത് അറിഞ്ഞോ? അറിയാതെ പിന്നെ? നീ ഒന്ന് ചുമ്മാതിരിക്കട, ഇവിടെ മനുഷ്യൻ. മോനെ, നീ നാട്ടിൽ പോകുമ്പം ഭരണങ്ങാന പള്ളിയിൽ പോയി മറക്കാതെ ഇവളുടെ പേരിലൊരു പാട്ടുകുർബാന ചൊല്ലിച്ചേക്കണം.
എന്റെ നേർച്ച അത്. ഓ പോയിക്കോളാം, ഞങ്ങള് ഒരുമിച്ച് പോയി ചൊല്ലിച്ചോളാം. അതിന് ഇവളെങ്ങനെയാടാ ഈ സ്റ്റേജിൽ നിന്റെ കൂടെ നാട്ടി വരുന്നേ? ഷീ കാൻ ട്രാവൽ നൗ, അതറിയില്ലേ? അല്ല, ഞങ്ങളതിന് ഇതിപ്പോ വേണോന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. കെട്ട് കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ലല്ലോ. അതെന്താ, അങ്ങനെ വല്ല നിയമമുണ്ടോ 6 മാസം അവരെ പ്രഗ്നന്റ് ആവാൻ പാടില്ലെന്ന്? അയ്യോ എന്റെ അമ്മച്ചി, അതല്ല, ഞങ്ങള് അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. അതിന് നീ എന്തിനാടാ പ്രിപ്പയർഡ് ആവുന്നേ? അവളായിക്കോളും. ഞാൻ പറഞ്ഞു വരുന്ന എന്ത് കുഞ്ഞെ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഇവിടെ ഓരോരുത്തർ കെട്ട് കഴിഞ്ഞ് കൊല്ലം 5 ആയിട്ടും ഇപ്പോഴും നോമ്പും പ്രാർത്ഥനയായിട്ട് നടക്കുക. അപ്പോഴും അവൻ അല്ലേലും എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ ഉള്ളൂ. എന്താന്ന് വെച്ചായിരിക്കും. നമ്മൾ ഈ ക്ലിപ്പിങ്ങിൽ കണ്ടതുപോലെ ഒരു സിനിമയിലെ ഒരു ക്ലിപ്പിംഗാണത്. പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഭാര്യ വന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് ഒരു നിരാശ പടരുന്നതും ഒരു വേവലാതി പടരുന്നതും നമ്മൾ കാണുന്നു. പക്ഷേ ഈ ചില ആധുനിക കുടുംബങ്ങൾ, ഇപ്പോഴത്തെ പുതിയ കുടുംബങ്ങളിലൊക്കെ ഉള്ള ഒരു അവസ്ഥയാണിത്. കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതിന് പകരം കുടുംബം ജീവൻ്റെ സക്രാരി എന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. ജീവനെ സ്വാഗതം ചെയ്യാനും ജീവനെ സ്വീകരിക്കാനും ദൈവം ഒരുക്കിയ ഇടമാണ് ജീവൻ്റെ സക്രാരിയായി. മുന്നോട്ട് പോകുന്നതിന് മുൻപ് അതിലെ 2-3 വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്ന്, എനിക്കും നിനക്കും ഇടയിൽ മറ്റാരും വേണ്ട. ഇനി മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇവിടെ ഓരോരുത്തരും അവനവൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പം ലോകം അനുഭവിക്കുന്ന ഈ പറയുന്ന എല്ലാ വാചകങ്ങളും ഈ അപ്പസ്തോലിക ലേഖനത്തിലുണ്ട് എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അല്ല, ഈ ഒരു ട്രെൻഡ് ഞാൻ ഇങ്ങനെ കേട്ടതാണ്. ചില IT മേഖലയിൽ പ്രചരിക്കപ്പെട്ട ഒരു ഫോർമുല DINK, ഡിങ്ക് എന്നാണ്. ഡ്യുവൽ ഇൻകം നോ കിഡ്. ഒരുപാട് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ ഇന്ന് ആളുകൾ തേടുന്നു. ഒരുപാട് ശമ്പളമുണ്ട്, പക്ഷെ കുഞ്ഞ് വേണ്ട, കുഞ്ഞ് തൽക്കാലം വേണ്ട എന്ന് വയ്ക്കുന്നവരുടെ ഇടയിൽ വിൻസേട്ടന് തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഒരു കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ആധുനിക തലമുറയോട് എന്താണ് വിൻസേട്ടന് പറയാനുള്ളത്? കുഞ്ഞുങ്ങൾ കുറവ് മതി എന്ന് പറയുന്നവർക്ക് പലരും നീതീകരിക്കുന്ന രീതിയിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഒരു പണി. അതായത് നമ്മൾ എല്ലാ സമയവും ഈ ലൈംഗികവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് എന്നുള്ള രീതിയിൽ അവരുടെ ചോദ്യം വരിക. സത്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ 1ഉം 2ഉമായിട്ട് പ്രസവം നിർത്തി കഴിഞ്ഞാൽ ആരാണ് കൂടുതൽ ലൈംഗികമായിട്ടുള്ള ആസക്തി പ്രകടിപ്പിക്കുക എന്നുള്ളത് കാണാം. മക്കൾ കൂടുതലുള്ളവർ തീർച്ചയായിട്ടും ഇനിയൊരു കുഞ്ഞിൻ്റെ ഒരു പ്രായമെങ്കിലും കണക്കാക്കിക്കൊണ്ട് നമ്മൾ അതിനൊരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സെങ്കിലും ആവട്ടെ ആ കുഞ്ഞിന് എന്നുള്ളൊരു നിയന്ത്രണം നമ്മൾ സ്വാഭാവികമായിട്ടും ആ നിയന്ത്രണത്തിലേക്ക് വരും. പക്ഷേ ഈ 2 ആയിട്ട് നിർത്തിയവരെന്ത് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് നോക്കി, അവർക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടോ ലൈംഗികമായിട്ട്? അത്തരത്തിലുള്ള മനോഭാവത്തിലുള്ളവരാണ് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി എന്നുള്ള ചോദ്യം. നേരത്തെ വിവാഹത്തിൻ്റെ ലൈംഗികതയുടെ ഒരു ഉത്തരവാദിത്തമാണ് ജന്മം നൽകലെന്നുള്ള ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇന്ന് കുടുംബങ്ങൾ അകന്നു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. കാരണം മാർപ്പാപ്പ പറയുന്നുണ്ട്, സ്നേഹവും ജീവനും നിങ്ങൾ എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുവോ അന്ന് നിങ്ങളൊരു ഉപഭോഗ തലത്തിലേക്ക് നിങ്ങൾ വീണുപോകും. ഇന്ന് സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളും വിവാഹത്തിന് പുറത്ത് തെറ്റായ ബന്ധങ്ങളും കൂടി വരുമ്പോൾ നമ്മളത് കൂട്ടി വായിക്കണം, അല്ല മാഷേ? അല്ല, അതിൻ്റെ കാരണം ഈ കുഞ്ഞിനെ മാറ്റി നിർത്തിയാൽ പിന്നെ എനിക്ക് ഭാര്യ ആരാണ്? എനിക്ക് ഭാര്യ എൻ്റെ സുഖത്തിനുള്ള ഒരു ഉപഭോഗ വസ്തുവാണ്. അപ്പോൾ പരസ്പരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, ഈ വിൻസെൻ്റ് ചേട്ടൻ പറഞ്ഞ കാര്യം ഇന്ന് സമൂഹത്തിൽ പ്രബലമാണ്. കാരണം എനിക്ക് 4 കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് കുട്ടികളുടെ എണ്ണം കൂടുന്തോറും ലൈംഗികത കുറഞ്ഞ് ഉത്തരവാദിത്തം കൂടി വരുന്നു എന്നാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ജീവിതം അന്ത്യത്തോടടുക്കും തോറും വളരെ വിരസമായിട്ടും ലക്ഷ്യമില്ലാത്തതായിട്ടാണ് ഞാൻ കാണുന്നത്. പല മാതാപിതാക്കൾക്കും 2 കുട്ടികളുള്ളൂ. ആ കുട്ടികളുടെ ഉത്തരവാദിത്തം അവർക്ക് ഒരു 52-53 വയസ്സാകുമ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ പല വീടുകളിലും മക്കൾ 2 സ്ഥലത്ത് അപ്പനും അമ്മയും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ്. ഇവർക്ക് വഴക്കടിക്കാനല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ
കുഞ്ഞുങ്ങൾ കൂടുതലുള്ളവർക്ക് മരണം വരെയുള്ള ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്വാനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തം നൽകുന്നത് സുഖമാണ്. ഇപ്പോൾ ഒരു 30-40 കൊല്ലം മുൻപ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മൂലം പല ദമ്പതികളും അവരുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ചു. അപ്പോൾ ഈ എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ അതിൽ ഇച്ഛാഭംഗപ്പെടേണ്ട, കുറ്റബോധത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ജീവിത സാഹചര്യത്തിൽ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു. ചില ആൾക്കാർക്ക് ഒരു കുട്ടിയുള്ളൂ. പക്ഷേ അവർ തിരിച്ചറിയേണ്ട കാര്യം, അവരുടെ കുറ്റബോധം കാരണം അവരൊരിക്കലും അവരുടെ മക്കളോ മറ്റുള്ളവരോ 3 കുട്ടി വേണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4 കുട്ടി വേണം എന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ സഹായിക്കാനാണ് മുതിരേണ്ടത്. അതിന് പകരം ഇപ്പം എന്ത് ചെയ്യണു? സ്വന്തം തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടി മക്കൾക്ക് കൂടി കുട്ടിയില്ലാതിരിക്കാൻ അമിതമായി ശ്രമിക്കുന്നു. കൗൺസിലിംഗിൽ വരുന്നതിൽ ഇങ്ങനെ ഒരു കൗണ്ടറും കൂടെ നമ്മൾ കാണാറുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ദമ്പതികളെ പ്രീകാന കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറക്കി വിടുന്നത് എത്ര മക്കളെ തന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറാക്കുന്ന ഒരു മനസ്സോട് കൂടിയായിരിക്കും ഒരു 50% പേരും കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത്. അവർ മക്കളെ ജനിപ്പിക്കാൻ തയ്യാറാകുമ്പോഴെല്ലാം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് വളരെ റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നതായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്ന് പങ്കുവയ്ക്കാറുണ്ട്. അതോർക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇപ്പോൾ യുവദമ്പതികളെക്കാൾ കൂടുതൽ മധ്യവയസ്കരായ മാതാപിതാക്കളെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോകാറുണ്ട്. അത് ഈ മാഷ് പറഞ്ഞതുപോലെ അവരുടെ കുറ്റബോധത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതിഫലനമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇപ്പോൾ അത് തിരിച്ചറിയുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ തെറ്റുകൾ നോക്കിയിട്ട് ശിക്ഷിക്കാനിരിക്കുന്ന ആളല്ല. അത് തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തോട് ചേർന്ന് അത്തരം മേഖലകളിലുള്ളവരെ പിന്തുണയ്ക്കാനെങ്കിലും അവർക്ക് കഴിയുകയാണെങ്കിൽ അത് അവർക്കുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ദൈവാനുഗ്രഹം അവർക്ക് ലഭിക്കും. സാർ ഓർമ്മിപ്പിച്ചതുപോലെ ഈ മക്കളെ വളർത്താനുള്ള ഉത്തരവാദിത്തം മറന്ന് ഇന്ന് തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കുന്ന ധാരാളം ആളുകൾ, ഇപ്പം മദ്യത്തിലേക്കും ക്ലബ്ബ് സംസ്കാരത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ മുഴുകുന്ന ധാരാളം പേരുടെ പ്രശ്നം ഇപ്പോൾ വിൽസൺ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വിൽസൺ ചേട്ടന് മദ്യപിക്കാൻ പോകാനായിട്ട് സമയം കിട്ടില്ല. കാരണം വിൽസൺ ചേട്ടൻ നേരത്തെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്താലാണ് ഈ 8 മക്കളുള്ള കുടുംബത്തെ പോറ്റാനായിട്ട് പറ്റുക. അപ്പോൾ അത് ഈ ഒരു ഉത്തരവാദിത്തത്തിൽ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം കണ്ടെത്താൻ അല്ലേ വിൽസൺ ചേട്ടൻ? അങ്ങനെ ഞാൻ ഒരു അവസരത്തിലൊരു അമ്മ കണ്ണീരോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ അവർ 2 മക്കളും അവരെ കെട്ടിച്ചയക്കും, അവർ ജോലി സ്ഥലത്തൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞില്ല, അവരുടെ ദുഃഖം അവരുടെ അടുത്ത് ആരും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കാണാനായിട്ട് കഴിയും. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരാളുണ്ടാവും, എല്ലാ സമയത്തും നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരാളില്ലാതിരിക്കില്ല. അങ്ങനെ ഒരു വിരഹ ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാവാനായിട്ടുള്ള സാധ്യത ഒരിക്കലും സംഭവിക്കാനായിട്ട് സാധ്യതയില്ല. ചില മക്കൾ വിവാഹത്തിന് ഉത്കൃഷ്ട ദാനമാണെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് തലങ്ങളുണ്ടെന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ആശുപത്രിയുടെ ICUവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ചില കുടുംബങ്ങളുടെയൊക്കെ വേവലാതി. അവർക്ക് ആരുമില്ല, ഒന്ന് വന്ന് മാറി നിൽക്കാൻ ആരുമില്ല. ICU കിടക്കുന്ന അപ്പനെയോ അമ്മയോ ശുശ്രൂഷിക്കാൻ, ഒന്ന് വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാൻ പോലും പകരം നിൽക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. പലപ്പോഴും ചിലപ്പോഴെങ്കിലും അവർ ഓർക്കുന്നത് ആ സമയത്താണ്. ഞാനൊരിക്കൽ ഒരു സിംതേരിയിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മക്കളെ കണ്ടു. അപ്പോൾ അവരിങ്ങനെ 5 മക്കൾ അപ്പൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഞാനിതുമാതിരി മരിച്ചു പോകുമ്പോൾ ഇങ്ങനെ എൻ്റെ 8 മക്കൾ എൻ്റെ ചുറ്റുഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഞാൻ കാണാം. അത് വളരെയധികം ഞാനൊരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ അതെടുത്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ മക്കളുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ ആനന്ദവും സന്തോഷവും ഉണ്ട്. പക്ഷേ അവരെ വളർത്തിയെടുക്കുന്നതിനുള്ള അത് മീൻസ് എന്നോട് തന്നെ ചോദിക്കാന്ന് പറഞ്ഞു എനിക്ക്. കാരണം കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ കുറച്ച് പേര് പറയുന്നൊരു ന്യായീകരണം അതാണ്, വളർത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ അവരെ വളർത്തുന്നതിലും അവരെ പരിപാലിക്കുന്നതിനൊക്കെ? എന്താ മിൻസേട്ടൻ അവിടെ ഒന്ന് ഫീൽ ചെയ്തിട്ടില്ല ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക്? വാസ്തവത്തിൽ നമ്മൾ മക്കളെ വളർത്തുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്.
ഒരു സംശയമില്ല കാര്യത്തിൽ. മക്കൾ, അതായത് 2 മക്കളെ വളർത്തുന്ന ബുദ്ധിമുട്ടല്ല 8 മക്കളെ വളർത്തുക എന്നുള്ളത്. 8 മക്കളെ വളർത്തുക അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പൊ 5 മക്കളുണ്ട്, അവര് തന്നെ റെസ്പോൺസിബിലിറ്റീസ് സ്വയം ഏറ്റെടുക്കുന്നതും അവര് സ്വയം പര്യാപ്തത വരാനായിട്ട് ഏറ്റവും നല്ലൊരു സംവിധാനമാണ്. അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത വരും. ഒപ്പം തന്നെ അവരുടെ സഹോദരങ്ങളെ, താഴെയുള്ള സഹോദരങ്ങളെ സഹായിക്കാൻ പങ്കുവെക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു മിഠായി ആരോ വീട്ടിൽ കൊണ്ടു കൊടുത്തതാണ്. നമ്മൾ ആരും പറഞ്ഞിട്ടില്ലേ, 4ാമത്തെ കുഞ്ഞ് എല്ലാവർക്കും വേണ്ടി മുറിച്ചു വെച്ചു. അതായത് അവളോട് ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾക്ക് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ മോളെ കൊടുക്ക്, അവർക്ക് കൊടുക്ക്, ചേട്ടന് പഠിപ്പിക്കണം. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് അവർ സ്വയം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ പഠിക്കുന്നു. മൂത്ത കുട്ടി താഴെയുള്ള കുട്ടികളെ നോക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞിട്ടൊന്നുമല്ല. എന്നോട് പള്ളിയിൽ ചിലർ അസൂയോടെ ചോദിച്ചിട്ടുണ്ട്, ടീച്ചർക്ക് അതിന് എന്താ ബുദ്ധിമുട്ട്, 5ാമത്തെ കുട്ടീനെയൊക്കെ നോക്കണത് ഇവരല്ലേ, മൂത്തവരല്ലേ എന്ന് എന്നോട്. കാരണം അവരത് സ്വയം ഏറ്റെടുക്കാം, നമ്മൾ നിർബന്ധിച്ചിട്ടല്ല. എൻ്റെ വീട്ടില് താഴെയുള്ള മോനെ മൂത്ത മോളെടുത്ത് ചിലപ്പോൾ നടന്നിരുന്നു. ഭയങ്കര സഹായമാണ് ഈ മൂത്ത മോള്. എൻ്റെ ഭാര്യയുടെ അമ്മ ഇടയ്ക്ക് പറയും, എൻ്റെ ഭാര്യയുടെ വീട്ടിൽ 8 മക്കളാണ്. അപ്പോൾ അസുഖമായിട്ട് കിടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിലെപ്പോഴും ഉണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, മക്കൾ ശരിക്ക് വാർദ്ധക്യത്തിൽ ഒരു മകനല്ലെങ്കിൽ മറ്റൊരു മകൾ ഇവരുടെയൊക്കെ സഹായത്തിനുണ്ടായിരുന്നു എന്നത് ചരിത്രം കാണിച്ചു തരുന്ന ഒരു പാഠാണെന്ന്. നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു കുടുംബം വിവാഹത്തിന് മുൻപെടുത്ത ഒരു തീരുമാനവും അവർക്ക് കൂടുതൽ മക്കളുണ്ടാകണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്കിപ്പോൾ സമയത്ത് കാണാം. ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചു സമ്മതം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പരസ്പരം ഒരു ചർച്ചയിൽ തീരുമാനിക്കുകയാണ് ഞങ്ങൾ 5 മക്കൾ കാണാം. ഞങ്ങളത് എഴുതി ഞങ്ങൾ പ്രതിജ്ഞ എടുക്കാൻ പോകുന്ന ബൈബിളിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും. എന്നിട്ടാണ് ഞങ്ങൾ ആ വിവാഹ പ്രതിജ്ഞ എടുക്കുന്നത്. ഞങ്ങൾക്ക് വിവാഹ പ്രതിജ്ഞ ഞങ്ങളെടുത്തു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ആ പ്രതിജ്ഞ എടുത്ത കടലാസ് പോലും കാണാനില്ല, ബൈബിളിൽ നിന്ന് കാണാനില്ല. പക്ഷേ ഞങ്ങൾക്ക് 5 മക്കളായതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ പ്രതിജ്ഞ ഞങ്ങൾ വെച്ച ആ പേപ്പർ, ഞങ്ങൾ കർത്താവിനോട് എഴുതി വെച്ച പേപ്പർ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് ഒരു ആൾ കൂടി ഉണ്ടായി. ഇപ്പം ഞങ്ങൾ 6 മക്കളുള്ള കുടുംബമാണ്. എനിക്ക് പറയാനുള്ളത്, കല്യാണത്തിന് മുന്നേ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ബൈബിളിൽ തന്നെയാണ്, നമ്മളുടെ ബൈബിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിവാഹം എന്ന കൂദാശയിലൂടെ കിട്ടാവുന്ന ഏറ്റവും വലിയ നിനക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം നീ ഇതിൽ ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സ്റ്റാർട്ടിങ് JY ആയിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഫോർമേഷൻ ധ്യാനം മാത്രം കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വശങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം പ്രാർത്ഥനയിൽ ഇതുപോലെ തന്നെ ആഗ്രഹിച്ചു, എന്താ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ആ പ്രതിജ്ഞ ഏട് ബൈബിളിൽ ഒട്ടിച്ചിരുന്നതാണ് ഞങ്ങൾ. അത് മിസ്സാവുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ എടുത്തത്, ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ തപ്പിയെന്ന ഞങ്ങളുടെ ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്കത് കണ്ടുകിട്ടാനിടയായി. അപ്പോൾ കണ്ടുകിട്ടിയതിന് ശേഷം ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയായിപ്പോയി. ഞങ്ങൾ എഴുതിയിരുന്നു അതിൽ ഓരോ മക്കളുടെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ 2, 3, 4, 5 എന്ന് എഴുതിയിട്ട് 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും 5 അനുഗ്രഹങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ 2 പേരും എഴുതിയ ഒരു കാര്യമാണ് മക്കളെ കുറിച്ച്. 3-ൽ കൂടുതൽ മക്കൾ എന്തായാലും വേണമെന്ന് ഞാൻ എഴുതിയിരുന്നു, എണ്ണം എഴുതിയിരുന്നില്ല. അങ്ങനെ ചേട്ടായി 5 പേരെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ 3-ൽ കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മക്കളെ ഡെലിവറി ആയതിന് ശേഷമാണ് ഞങ്ങളത് കണ്ടു കിട്ടിയതും. ഞങ്ങൾ ഭയങ്കരമായിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ കാണാതായിട്ടുണ്ടായിരുന്ന വിവരം അറിഞ്ഞിരുന്നവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആ സാധനം തിരിച്ചു കിട്ടി. ഞങ്ങൾ അന്ന് എഴുതിയത് ഇപ്പോഴും ഞങ്ങൾ വായിച്ചു. പിന്നെ ഞങ്ങൾ പ്രതിജ്ഞ ഇടയ്ക്ക് പുതുക്കാറുണ്ട്. സ്നേഹത്തോടെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ കുടുംബം അവർ പങ്കുവയ്ക്കുകയായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ അവർ സ്വപ്നം കണ്ടിരുന്നു ജീവനോട് തുറവിയുള്ളവരാകാൻ, ഭാര്യയും ഭർത്താവും മക്കളുണ്ടാകണം എന്നുള്ള സ്വപ്നം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ വിവാഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഈ കുടുംബത്തിലെ മക്കളെ വളർത്താനുള്ള ആ കൃപാവരം
അതും വിവാഹത്തിലൂടെ തന്നെ നമുക്ക് ദൈവം നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ മാർഗവും ദൈവം ഒപ്പം നൽകും. പക്ഷെ ഇന്ന് എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ദാമ്പത്യ ജീവിതവും മക്കളും ഒരു വ്യത്യസ്തമാണെന്ന രീതിയിൽ സമൂഹം തന്നെ കാണാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ സ്വാർത്ഥത, ഹൃദയത്തിലുള്ള സ്വാർത്ഥത സമൂഹത്തിൻ്റെ സ്വഭാവമായി മാറി തുടങ്ങി. അതുകൊണ്ട് ഇന്ന് ഉള്ളവർ വാദിക്കുന്നത് മക്കളെ വളർത്താനുള്ള അവകാശം പോലും മാതാപിതാക്കൾക്കില്ല, അത് സർക്കാരാണ് അത് ചെയ്യേണ്ടത്. മുലകുടി മാറുന്നതിന് മുൻപ് തന്നെ കുട്ടികളെ കിൻഡർ ഗാർട്ടനിലാക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ആക്കിയാൽ മാത്രമേ ദമ്പതികൾക്ക് ഫ്രീ ആയിട്ട് ഡൈവോഴ്സ് ചെയ്ത് വേറെ ആളുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ നമ്മുടെ സംസ്കാരം നമ്മെ എന്താ പഠിപ്പിക്കണേ? മാതാ പിതാ ഗുരു ദൈവം. വിദ്യാഭ്യാസ പ്രക്രിയയിൽ പോലും അപ്പനും അമ്മയ്ക്കും നിർണായകമായ പങ്കുണ്ട്. അത് കുട്ടികളുടെ അവകാശമാണെന്ന് പോലും മാർപ്പാപ്പ പറയാണ്. മാർപ്പാപ്പ ഈ സ്നേഹം ഒരു സ്നേഹം ഒരു കുടുംബ കൂട്ടായ്മ എന്നുള്ളൊരു ഇതുണ്ടല്ലോ പുസ്തകത്തിന്, ഫാമിലിയേഴ്സ് കൺസോർഷ്യം, വിവാഹം സ്നേഹത്തിൻ്റെ കൂട്ടായ്മ. അപ്പോൾ അവിടെ ആ പുസ്തകത്തിൽ പാപ്പ പറയുകയാണ്, ദാമ്പത്യ സ്നേഹത്തിൻ്റെ സ്ഥിരമായ അടയാളങ്ങളാണ് മക്കൾ. ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചില സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, ഈ മക്കളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ എപ്പോഴും ഉപേക്ഷിച്ചിട്ട് പോയേനെ. ഇപ്പോൾ കേരളത്തിൽ ഇനിയും കുടുംബ ജീവിതങ്ങൾ തകരാൻ മക്കളില്ലായ്മ, മക്കൾ കുറയുന്നത് കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിലും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു അമ്മയുടെ ഗർഭപാത്രവും മാതാപിതാക്കളുടെ സ്നേഹവും ഒരു കുഞ്ഞിന്റെ അവകാശമാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് ആ മക്കളുടെ അവകാശമായിട്ട് കാണുകയും മാത്രമല്ല, ഡോക്ടർ പറഞ്ഞത് മക്കളില്ലേ അവർ നമ്മളെ ഐക്യപ്പെടുത്തുന്നുണ്ടെന്ന്. അതായത് മാർപ്പാപ്പ ഇതിൽ പറയുന്നത് മക്കൾ മാതാപിതാക്കളുടെ അധ്യാപകരാണെന്ന്. ശരിയാണ്. കുറേ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുക മാത്രമല്ല, നമ്മെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മക്കൾ. അപ്പം മക്കളുടെ സാന്നിധ്യം അപ്പനും അമ്മയും തമ്മിലുള്ള ഐക്യത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ പൂർണ്ണതയിലെത്തിക്കാൻ മക്കളും കൂടി സഹായകമാകുന്നുണ്ട് എന്നതാണ് ഞാൻ കാണുന്ന യാഥാർത്ഥ്യം. അതാണ് മാർപ്പാപ്പ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ജന്മം നൽകലും വളർത്തലും കുടുംബജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും വിവാഹം സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഉറ്റ കൂട്ടായ്മയാണെന്നുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ലൈംഗികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. വിവാഹം, ലൈംഗികതയിലൂടെയുള്ള ഭാര്യാഭർത്തൃ ബന്ധം മരണം വരെ ജീവിത പങ്കാളിയെ സംരക്ഷിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ സ്വാഭാവിക അനന്തരഫലം എന്നോണം ദൈവം തരണം. മക്കളെ ദൈവം തന്നാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ദൈവം തരാത്തതുകൊണ്ട് മക്കളെ സ്വീകരിക്കാൻ കഴിയാത്ത ദമ്പതികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഈ ദാമ്പത്യ ബന്ധത്തിൻ്റെ സ്വാഭാവിക അനന്തരഫലമാണെന്ന ആ ബോധ്യം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ജീവനോട് തുറവിയുള്ള ധാരാളം കുടുംബങ്ങൾ ഈ ലോകത്തുണ്ടാകട്ടെ. ദൈവം നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൂടുതൽ മക്കൾ അല്ലെങ്കിൽ ജീവനോട് തുറവിയുള്ളവരാകുക. കുടുംബം ജീവൻ്റെ സക്രാരിയാണെന്നുള്ള ആ ഒരു ആശയം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബം കൂടുതൽ സുന്ദരമാകട്ടെ, സന്തോഷമുള്ളതാകട്ടെ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.